ശ്രീ പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ശ്രീ ഇ.പി. ജയരാജൻ ജാവേദ്കറെ കണ്ടത് എന്നുള്ളതിന്റെ ഒരു ശരിയായിട്ടുള്ള സമ്മതമാണ് ഈ തീരുമാനത്തിലൂടെ, ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. CPM BJP ഡീലിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേസുകളുടെയും അരമന രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന് ഭയന്നാണ് ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നടപടിയെടുത്താൽ ജയരാജൻ പൊട്ടിക്കുന്ന ബോംബുകളുടെ ആഘാതം താങ്ങാൻ പിണറായിക്ക് കഴിയില്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമയെ കണ്ട് CPM-നെ വൻ പ്രതിരോധത്തിലാക്കിയതിന് സമാനമായിട്ടാണ് ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്റെ തുറന്നു പറച്ചിൽ BJP ശോഭാ സുരേന്ദ്രനെ കണ്ടു എന്ന് താൻ തുറന്നു പറച്ചിൽ നടത്തിയത്. എന്തുകൊണ്ട് അന്ന് തനിക്കെതിരായി അപവാദ പ്രചരണം നടത്തുന്ന ശോഭാ സുരേന്ദ്രനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ജയരാജനെ രക്ഷിക്കാനും പിണറായിയെ രക്ഷിക്കാനും സംസ്ഥാന സമിതി അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശമാണ് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കുക. എന്നാൽ ഈ രണ്ടാം ഘട്ടം ശോഭാ സുരേന്ദ്രന്റെയും ജയരാജന്റെയൊക്കെ വെളിപ്പെടുത്തലുകൾ ഇന്ന് പല പത്രങ്ങളിലും വന്നു. BJP-യിൽ ചേരാൻ കച്ചമുറിക്ക് ഡൽഹിയിലെത്തിയ ജയരാജനെ പിന്തിരിപ്പിച്ചത് ഒരു ഫോൺ കോളാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫോൺ കോൾ ആരുടേതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോൺ കോളായിരുന്നു അത് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെയും സുഹൈബിന്റെയും ഒക്കെ കൊലപാതകങ്ങൾ കൺമുന്നിൽ കണ്ടിട്ടുള്ള ജയരാജൻ നിന്ന നെൽപ്പിന് അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ശോഭാ സുരേന്ദ്രനോടും കൂട്ടരോടും നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ജയരാജന്റെ വൈദേഹ റിസോർട്ടിൽ ED പരിശോധനയ്ക്ക് എത്തുന്നത് മാർച്ച് 2-ാം തീയതിയായിരുന്നു. ജയരാജൻ ജാവേദ്കർ കൂടിക്കാഴ്ച മാർച്ച് 5-നായിരുന്നു. ED പിടിക്കുമോ പിണറായി പിടിക്കുമോ തുടങ്ങിയ ഭയപ്പാടാണ് ജയരാജനെ കൊണ്ട് സത്യങ്ങൾ പറയിച്ചത്. ജയരാജൻ പാർട്ടിയിൽ നിന്നൊന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും പിണറായിക്ക് വേണ്ടി ആണ് ചെയ്തത് എന്ന് ഇന്നത്തെ യോഗ തീരുമാനത്തിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിലൂടെ ജയരാജൻ പിണറായിക്ക് വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതും എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ഇതായിരുന്നുവെങ്കിൽ ജയരാജന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ് വോട്ടെടുപ്പ് ദിവസം നടക്കുന്ന 26-ാം തീയതി തന്നെ പിണറായി വിജയൻ അദ്ദേഹം വോട്ട് ചെയ്തിട്ട് നടത്തിയ പ്രതികരണം കേരളം മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ശിവന്റെ നാളെ ഭാവിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ഭാവിയും ശിവനാവും, ഏതായാലും ശിവനും ഭാവിയാവും. അതുകൊണ്ട് ജയരാജനൊരു ധൈര്യം വന്നു. ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന ഒരു നിലപാടെടുത്തതോടുകൂടി ജയരാജന്റെ പേരിലുള്ള നടപടി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വന്നു. മറ്റൊരു കാര്യം, ഇതിനെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജയരാജന് ജാഗ്രത കുറവുണ്ടായി, CPM-ന് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം നേരെ കരണം പറഞ്ഞു. വലിയേട്ടനെ പേടിച്ച് അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ അഭിപ്രായം ഇടതുമുന്നണി യോഗത്തിൽ പറയും. ആർജവമുള്ള പാർട്ടി നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് യോഗ തീരുമാനത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അതാ, നേരെ കരണം പറഞ്ഞു. CPI-ക്ക് അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മറ്റൊരു കാര്യം, ഇന്ന് ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കേട്ടതാ. അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാവുമ്പോൾ BJP-യെ ജയിപ്പിച്ചുകൊള്ളാമെന്ന ഉറപ്പിന്മേൽ BJP വോട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ മറിച്ചു എന്നാണ്. ആദ്യത്തെ ഒരു പരാജയ സമ്മതമാണ്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ. അത് ഗോവിന്ദൻ മാഷിയുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ
ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പാണെന്നും ശൈലജ ടീച്ചറുടെ പരാജയം CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ്, ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ CPM BJP ഡീലിനെയും അന്തർധാരയെയും കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഗോവിന്ദൻ മാഷ് ഒരു നിയോജക മണ്ഡലത്തിൽ BJPയും UDFും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ. എന്തായാലും വടകരയിൽ ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ LDFന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചിരിക്കും.